തൊഴിലുടമകൾ സ്പോൺസർ ചെയ്യുന്ന വിവിധ വൈദഗ്ധ്യമുള്ള വിസകളുടെ ചുരുങ്ങിയ ശമ്പള പരിധി ഓസ്ട്രേലിയൻ സർക്കാർ 2026 ജൂലൈ 1 മുതൽ 3.8% വർദ്ധിപ്പിച്ചിരിക്കുന്നു. രാജ്യത്തെ വാർഷിക വേതന വർധനവിന് അനുസൃതമായി കൊണ്ടുവന്ന ഈ മാറ്റം ജൂലൈ 1 അതിനുശേഷമോ സമർപ്പിക്കുന്ന പുതിയ നോമിനേഷൻ അപേക്ഷകൾക്കാണ് ബാധകമാകുക. കുടിയേറ്റ തൊഴിലാളികളുടെ ശമ്പളം ഓസ്ട്രേലിയൻ തൊഴിലാളികളുടേതിന് തുല്യമായി നിലനിർത്താനും കുടിയേറ്റ തൊഴിൽ ശക്തി ഉപയോഗിച്ച് സ്വദേശികളുടെ അവസരങ്ങൾ കുറയ്ക്കുന്നില്ല എന്ന് ഉറപ്പാക്കാനുമാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സ് ഈ വാർഷിക പരിഷ്കരണം നടപ്പിലാക്കുന്നത്. രാജ്യത്തെ ശരാശരി പ്രതിവാര സാധാരണ വരുമാനത്തിൽ അഥവാ ആവറേജ് വീക്കിലി ഓർഡിനറി ടൈം ഏർണിംഗ്സിൽ ഉണ്ടായ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ വരുമാന പരിധികൾ നിശ്ചയിച്ചിരിക്കുന്നത്. പുതുക്കിയ നിയമങ്ങൾ പ്രകാരം കോർ സ്കിൽസ് ഇൻകം ത്രഷോൾഡ് 76,515 ഓസ്ട്രേലിയൻ ഡോളറിൽ നിന്ന് 79,423 ഓസ്ട്രേലിയൻ ഡോളറായി ഉയർത്തിയിട്ടുണ്ട്. ഇത് സ്കിൽസ് ഇൻ ഡിമാൻഡ് വിസയുടെ അഥവാ സബ് ക്ലാസ് 482 കോർ സ്കിൽസ് സ്ട്രീം എംപ്ലോയർ നോമിനേഷൻ സ്കീം വിസ എന്നിവയ്ക്ക് കീഴിലുള്ള അപേക്ഷകൾക്ക് ബാധകമായിരിക്കും. അതേപോലെ സ്കിൽസ് ഇൻ ഡിമാൻഡ് വിസയുടെ സ്പെഷ്യലിസ്റ്റ് സ്കിൽസ് സ്ട്രീമിന് ബാധകമായ സ്പെഷ്യലിസ്റ്റ് സ്കിൽസ് ഇൻകം ത്രഷോൾഡ് 1,41,210 ഓസ്ട്രേലിയൻ ഡോളറിൽ നിന്ന് 1,46,576 ഓസ്ട്രേലിയൻ ഡോളറായിട്ടും വർദ്ധിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ സ്കിൽഡ് എംപ്ലോയർ സ്പോൺസർ റീജിയണൽ വിസ, റീജിയണൽ സ്പോൺസേർഡ് മൈഗ്രേഷൻ സ്കീം വിസ എന്നിവയ്ക്കുള്ള ടെമ്പററി സ്കിൽഡ് മൈഗ്രേഷൻ ഇൻകം ത്രഷോൾഡും 76,515 ഓസ്ട്രേലിയൻ ഡോളറിൽ നിന്ന് 79,423 ഓസ്ട്രേലിയൻ ഡോളറായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഈ പുതിയ ശമ്പള പരിധികൾ 2026 ജൂലൈ 1 മുതൽ സമർപ്പിക്കുന്ന പുതിയ നോമിനേഷൻ അപേക്ഷകൾക്ക് മാത്രമേ ബാധകമാകൂ നിലവിൽ വിസയിലുള്ളവരെയോ ഇതിനു മുൻപ് അപേക്ഷിച്ചവരെയോ ഇത് ബാധിക്കില്ല എന്നും വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. എങ്കിലും പുതിയ അപേക്ഷകർ എന്ന് പറയുമ്പോൾ അത് നാട്ടിൽ നിന്ന് പുതിയതായി വരുന്നവർ മാത്രമല്ല, നിലവിൽ അവിടെ ഉള്ളവർ കൂടിയാണ്. ഉദാഹരണത്തിന് അവിടെ സ്റ്റുഡന്റ് വിസയിലോ ടെമ്പററി ഗ്രാജുവേറ്റ് വിസയിലോ തുടരുന്ന മലയാളികൾ പഠനം കഴിഞ്ഞ് 482 വിസയിലേക്കോ 186 വിസയിലേക്കോ മാറുമ്പോൾ അത് പുതിയ അപേക്ഷയായിട്ടാണ് കണക്കാക്കുക. അതിനാൽ അവർക്ക് ഈ ഉയർന്ന ശമ്പളം നിർബന്ധമായും ലഭിച്ചിരിക്കണം. അതുപോലെ തന്നെ നിലവിൽ 482 വിസയിൽ ജോലി ചെയ്യുന്ന ഒരാൾ മറ്റൊരു കമ്പനിയിലേക്ക് മാറുമ്പോഴും അല്ലെങ്കിൽ നിലവിലുള്ള വിസയുടെ കാലാവധി കഴിഞ്ഞ് അതേ കമ്പനിയിൽ തന്നെ പുതുക്കുമ്പോഴും കമ്പനി പുതിയ നോമിനേഷൻ അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ നിലവിലുള്ള വിസയുടെ കാലാവധി തീരുന്നതുവരെ ആർക്കും ആശങ്കപ്പെടേണ്ടതില്ല എന്നും അവിടെ വെച്ച് തന്നെ വിസ മാറാനോ പുതുക്കാനോ കമ്പനി മാറാനോ നോക്കുന്ന മലയാളി പ്രവാസികൾക്കും ഇത് പുതിയ അപേക്ഷയായി വരുന്നതിനാൽ ഈ നിയമം അവർക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് അവിടുത്തെ സാധാരണ തൊഴിലാളികൾക്കും ആശ്വാസകരമായ മറ്റൊരു പ്രഖ്യാപനം വന്നത്. രാജ്യത്തെ കുറഞ്ഞ ശമ്പളം വാങ്ങുന്ന 28 ലക്ഷത്തോളം തൊഴിലാളികളുടെ വേതനം 4.75% വർദ്ധിപ്പിക്കാൻ അവിടുത്തെ ഫെയർ വർക്ക് കമ്മീഷൻ കഴിഞ്ഞ മാസമാണ് തീരുമാനിച്ചത്. ഇതനുസരിച്ച് ഈ കഴിഞ്ഞ ജൂലൈ 1 മുതൽ ആഴ്ചയിലെ മിനിമം വേതനം 1,004.9 ഓസ്ട്രേലിയൻ ഡോളറായും മണിക്കൂറിലെ നിരക്ക് 26.44 ഡോളറായും ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലെ വർധനവിനേക്കാൾ കൂടുതലാണെങ്കിലും ട്രേഡ് യൂണിയനുകൾ ആവശ്യപ്പെട്ട അത്രയും വലിയ തുകയൊന്നും കമ്മീഷൻ അനുവദിച്ചിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ച ഈ വേതന വർധനവ് വരും ദിവസങ്ങളിൽ ഓസ്ട്രേലിയയിലെ പണപ്പെരുപ്പം വീണ്ടും കൂട്ടിയേക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ കാരണം എണ്ണ വിതരണത്തിലുണ്ടായ തടസ്സങ്ങളും വിലക്കയറ്റവും പണപ്പെരുപ്പത്തിന് കാരണമായി എന്ന് ഫെയർ വർക്ക് കമ്മീഷൻ അന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇത് കാരണം ബിസിനസ് മേഖലയിൽ ചിലവുകൾ കൂടുമെന്നും അത് നിയന്ത്രിക്കാൻ ഓസ്ട്രേലിയൻ റിസർവ് ബാങ്ക് വരും മാസങ്ങളിൽ പലിശ നിരക്കുകൾ ഇനിയും ഉയർത്തിയേക്കുമെന്നാണ് പ്രമുഖ ബാങ്കുകളായ സിറ്റിയും വെസ്റ്റ് പാക്കും ഇപ്പോൾ പ്രവചിക്കുന്നത്. പലിശ നിരക്കുകൾ ഇനിയും കൂടിയാൽ ജനങ്ങളുടെ നിത്യജീവിത ചിലവുകളെ അത് ബാധിക്കുമെങ്കിലും തൊഴിലാളികളുടെ വരുമാനം പണപ്പെരുപ്പത്തിന് ഒപ്പം എത്തിക്കാൻ കഴിഞ്ഞ മാസം എടുത്ത ഈ തീരുമാനം സഹായിക്കുമെന്നാണ് കമ്മീഷൻ വിലയിരുത്തുന്നത്. ഈ സാഹചര്യത്തിൽ ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒന്നാമതായി, നിങ്ങൾ റീറ്റെയിൽ, ഹോസ്പിറ്റാലിറ്റി, ക്ലീനിംഗ് തുടങ്ങിയ മേഖലകളിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഈ ജൂലൈ 1 മുതൽ നിങ്ങളുടെ മണിക്കൂർ നിരക്ക് കുറഞ്ഞത് $26 കമ്പനി പുതുക്കിയിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ പേ സ്ലിപ്പ് നോക്കി ഉറപ്പുവരുത്തുകയാണ് ചെയ്യേണ്ടത്. ക്യാഷ് ഇൻ ഹാൻഡ് ജോലികൾ പരമാവധി ഒഴിവാക്കാനും നിയമപരമായ മിനിമം വേതനം തരാത്ത തൊഴിലുടമകൾക്കെതിരെ അവിടുത്തെ ഫെയർ വർക്ക് ഓംബുഡ്സ്മാൻ വഴി പ്രതികരിക്കാനും മടിക്കരുത്. ഇനി നിങ്ങളൊരു സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് വിസയിലാണെങ്കിൽ പഠനം കഴിഞ്ഞ് വിസ സ്പോൺസർഷിപ്പിലേക്ക് മാറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പുതിയ ശമ്പള പരിധിയായിട്ടുള്ള 79,423 ഓസ്ട്രേലിയൻ ഡോളർ മനസ്സിൽ കണ്ട് തുടക്കം മുതലേ ഉയർന്ന തസ്തികകളിലേക്കുള്ള ജോലികൾക്കായി ശ്രമിക്കണം.
തൊഴിലുടമകൾക്ക് ഇനി വിദേശ തൊഴിലാളികളെ സ്പോൺസർ ചെയ്യാൻ വലിയ തുക ചെലവാക്കേണ്ടി വരുമെന്നതിനാൽ അവർ ഉയർന്ന കഴിവുള്ളവരെ മാത്രമേ തിരഞ്ഞെടുക്കൂ. അതുകൊണ്ട് നിങ്ങളുടെ ഫീൽഡിലെ സർട്ടിഫിക്കേഷനുകളും പ്രവൃത്തി പരിചയവും വർദ്ധിപ്പിച്ച് സ്വന്തം മാർക്കറ്റ് വാല്യൂ കൂട്ടാൻ ശ്രദ്ധിക്കുക. നിലവിൽ 482 വിസയിലുള്ളവരും മറ്റൊരു കമ്പനിയിലേക്ക് മാറാൻ നോക്കുമ്പോൾ പുതിയ സാലറി പാക്കേജ് ഈ പരിധിക്ക് മുകളിലാണെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം ഓഫർ സ്വീകരിക്കുക. ഇതിനെല്ലാം പുറമെ ശമ്പളം കൂടുന്നതിനനുസരിച്ച് നികുതി ഘടനയിലും മാറ്റം വരാൻ സാധ്യതയുള്ളതിനാൽ സാമ്പത്തിക വർഷാവസാനം ബാധ്യത വരാതിരിക്കാൻ ഒരു ടാക്സ് ഏജന്റ് സഹായം തേടുന്നത് നന്നായിരിക്കും. വരും മാസങ്ങളിൽ പലിശ നിരക്കുകൾ വീണ്ടും കൂടിയേക്കുമെന്ന് വിദഗ്ധർ പറയുന്നതുകൊണ്ട് ഹോം ലോൺ ഒക്കെ ഉള്ളവർ EMI തുക കൂടിയേക്കാമെന്ന് കണക്കിലെടുത്ത് അനാവശ്യ ചെലവുകൾ ചുരുക്കി ഒരു കൃത്യമായ ബഡ്ജറ്റിംഗ് ശീലമാക്കുകയും വേണം. ചുരുക്കത്തിൽ അവിടുത്തെ നിയമപരമായ നിങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ളവരായിരിക്കുകയും സാമ്പത്തിക കാര്യങ്ങളിൽ നല്ലൊരു പ്ലാനിംഗ് കൊണ്ടു നടക്കുകയും ചെയ്താൽ ഈ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് വലിയ രീതിയിൽ പ്രയോജനപ്പെടുത്താം.